ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡ്രാഗൺ ബോൾ ക്ലാസിക് എന്ന് പറയുന്ന സീരീസിൻ്റെ സീസൺ 1 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗോക്കു എന്ന് പറയുന്ന ഒരു കുട്ടീനെയാണ് തുടക്കം തന്നെ കാണിക്കുന്നത്. ആ കുട്ടി ഒരു അജ്ഞാതമായൊരു ജംഗിളിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഗോക്കു അവിടെ മൃഗങ്ങളുടെ അടുത്തൊക്കെയാണ് കൂടുതലും കൂട്ടായിട്ട് ജീവിക്കുന്നത്. അങ്ങനെ ഗോക്കു എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് വാലൊക്കെ ഉണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഗോക്കു ഒരു ഏലിയനാണ്, പക്ഷേ ഹ്യൂമനെ പോലെ ഇരിക്കുന്നേ ഉള്ളൂ. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എർത്തിൽ ലാൻഡ് ആയതാണ്. അതിനുശേഷം കുറച്ച് നാൾക്ക് ശേഷം ഗോക്കു മീനൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ബുൽമ എന്ന് പറയുന്ന ഒരു കുട്ടീനെ കാണുന്നു. എന്നിട്ട് ഗോക്കു ബുൽമയുമായിട്ട് ഫ്രണ്ടാകുന്നു. ഗോക്കു ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് വരുന്ന ഒരു ആളിനെ കാണുന്നത്. അങ്ങനെ ഗോക്കുവും ബുൽമയും ഫ്രണ്ട്സായിട്ട് ഡ്രാഗൺ ബോൾ എന്ന് പറയുന്ന സാധനം തേടാൻ പോകുന്നു. ഡ്രാഗൺ ബോൾ ലോകത്തിൻ്റെ പല ദിക്കിനാണുള്ളത്. ഡ്രാഗൺ ബോൾ എല്ലാം കൂടി കണ്ടുപിടിച്ചിട്ട് സമ്മൺ ചെയ്ത ഡ്രാഗൺ ഏതെങ്കിലും ഒരു ഡ്രാഗനെ കൊണ്ട് പറ്റുന്ന ചെയ്തു തരുന്നതായിരിക്കും. വിഷ് ഗ്രാൻഡായ ശേഷം പഴയതുപോലെ തന്നെ ഡ്രാഗൺ ബോൾ ഇരുന്ന സ്ഥലത്ത് പോകും. പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ട് സമ്മൺ ചെയ്യാൻ പറ്റും. പിന്നീട് ആ ഒരു ഡ്രാഗൺ ബോൾ കല്ലായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഡ്രാഗൻ്റെ പേരെന്ന് വെച്ചാൽ ഷെൻറോൺ എന്നാണ്. ഷെൻറോൺ ഒരു സാധാരണ ഡ്രാഗൻ അല്ല, ഇത്തിരി പവറുള്ള ഡ്രാഗനാണ്. എർത്തിലുള്ള ഡ്രാഗനാണ് ഷെൻറോൺ. അങ്ങനെ പല ഡ്രാഗൻസും ഉണ്ട്. ഈ ഡ്രാഗന് അല്ലാതെ തന്നെ ഒരുപാട് ലിമിറ്റേഷൻസും നമുക്ക് നമ്മുടെ ഡ്രാഗൺ ബോൾ സീരീസിൽ പിന്നീടായിട്ട് കാണാനും സാധിക്കുന്നതായിട്ട് സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പിഗായിട്ടുള്ള ഊലോങ്ങുമായി ഇവർ കണ്ടുമുട്ടി ഫ്രണ്ട്സ് ആവുകയും ഡ്രാഗൺ ബോളിൻ്റെ ജേണിയിൽ ഊലോങ്ങും വരുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നീട് യാംചാന്നും പോറെന്നും പറഞ്ഞ് രണ്ടാൾക്കാരെ കാണിക്കുന്നു. പോറൊരു പൂച്ചയാണ്, അതിനും ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇവരൊക്കെ ഫ്രണ്ട്സായിട്ട് എല്ലാവരും കൂടി സംയുക്തമായിട്ട് ഡ്രാഗൺ ബോൾ കണ്ടുപിടിക്കാൻ പോകുന്നു. ഇതിനിടയ്ക്ക് പീലാഫ് എന്ന് പറയുന്ന ആൾ ഡ്രാഗൺ ബോൾസൊക്കെ കുറേ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവൻ ലോകം ഭരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ലോകത്തിൻ്റെ ഗതി നന്നാവാൻ വേണ്ടി നമ്മുടെ ഗോക്കുവും ടീമും പരിശ്രമിക്കുന്നു. അപ്പോൾ ഗോക്കു വേഴ്സസ് പീലാഫ് എന്നാണ് ഈ ഒരു സീസണിൻ്റെ മൊത്തം തലക്കെട്ട് തന്നെ. പീലാഫിനെ തോൽപ്പിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നീട് റാബിറ്റ് ഗ്യാങ് എന്ന് പറയുന്ന ഒരു ഈവൾ ഓർഗനൈസേഷനെ കാണുന്നു. അവരെ നമ്മുടെ ടീം ഫൈറ്റ് ചെയ്ത് ഏതാണ്ടൊക്കെ തോൽപ്പിക്കുന്നു. അപ്പോൾ ഇവരുടെ ലീഡർ നമ്മുടെ ബുൽമനെ ഒരു ക്യാരക്ടറാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സൊക്കെ പേടിച്ചൊക്കെ പോകുന്നുണ്ട്. ലാസ്റ്റ് ആകുമ്പോൾ ഗോക്കുവും ടീമും കൂടി നമ്മുടെ ഈ ഒരു റാബിറ്റ് ഗ്യാങ്ങിനെ ഡിഫീറ്റ് ചെയ്തിട്ട് ചന്ദ്രനിലോട്ട് ഗോക്കുവിൻ്റെ ഒരു നീളുന്ന കമ്പ് വെച്ച് സെൻഡ് ചെയ്തിട്ട് ഗോക്കു നേരെ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അടുത്ത ജേണിയിലോട്ട് നമുക്ക് പോകാം. ഇപ്പോൾ പീലാഫിൻ്റെ സ്ഥലമാണ് കാണിക്കുന്നത്. പീലാഫ് ഗോക്കുവിൻ്റെയും ടീമിനെ അടച്ചിട്ടിട്ട് സമ്മൺ ചെയ്യാണ്. അങ്ങനെ ആ ഒരു വലിയ ഡ്രാഗൺ പീലാഫിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് ഊലോങ്ങും പോറും കൂടി ഷേപ്പ് ഷിഫ്റ്റ് ചെയ്തിട്ട് ആ സ്ഥലത്തോട്ട് പോയി പീലാഫിനെ തടയാൻ വേണ്ടി ശ്രമിക്കുകയാണ് അടുത്ത സീനിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ സമയത്ത് നമ്മൾ ഡ്രാഗൻ്റെ ഒരു വലിയ എൻട്രി ആണ്. അപ്പോൾ പീലാഫ് തയ്യാറായിരിക്കുകയാണ് ഡ്രാഗനെ എടുത്ത് വിഷ് ചോദിക്കാൻ. ആ സമയത്താണ് ഒരു സംഭവം സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഊലോങ് ഒരു അണ്ടർവെയറിന് വേണ്ടി വിഷ് ചെയ്യുന്നുണ്ട്. ആ വിഷ് സഫലമായി കിട്ടുകയും ചെയ്യുന്നത്. ഈ സീനൊക്കെ ഭയങ്കര കോമഡിയാണ്. കാരണം ഊലോങ്ങിന് ഒരു അണ്ടർവെയർ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ദേഷ്യം കാരണം പീലാഫ് ഗോക്കുവിനെയും ടീമിനെയും ട്രാപ്പ് ചെയ്യുന്നു വീണ്ടും. അവർ ട്രാപ്പായ സമയത്ത് ഗോക്കു തൻ്റെ അപ്പൂപ്പൻ മരിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു.
ഗോക്കു അപ്പോൾ പറയുന്നുണ്ട് ഗോക്കുവിൻ്റെ വാല് കാരണം എന്ന് വെച്ചാൽ ഗോക്കുവിൻ്റെ വാലെന്ന ശാപം കാരണം അറിയാതെ ഗോക്കു ഒരു രാക്ഷസനാവുകയും ഗോക്കുവിൻ്റെ അപ്പൂപ്പനെ ആക്സിഡൻ്റലി കൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഗോക്കു നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീമിലുള്ളവരൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. പക്ഷേ ഗോക്കുവിന് ഇത് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ ഇവർക്ക് അതൊക്കെ എങ്ങനെയൊക്കെ മനസ്സിലായി. എന്നിട്ട് പെട്ടെന്ന് ഫുൾ മൂൺ വരികയും ഗോക്കു ആ മോൺസ്റ്റർ ആവുകയും ചെയ്യുന്നു. എന്നിട്ട് ഗോക്കു അവിടെ കണ്ട എല്ലാ സാധനങ്ങളും ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങി. കാരണം ഗോക്കുവിന് കൺട്രോൾ ഇല്ലാത്ത അത്രയ്ക്കും ദേഷ്യം വന്നു. കാരണം മോൺസ്റ്റർ ആയതുകൊണ്ട് എന്ത് ചിന്തിക്കണമെന്ന് പോലും ഗോക്കുവിന് അറിഞ്ഞൂടായിരുന്നു. എന്നിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സൊക്കെ ചേർന്ന് ഗോക്കുവിൻ്റെ ആ ഒരു വാല് ഉലങ്ങും ബോറും കൂടി ചേർന്ന് ട്രാൻസ്ഫോം ആയിട്ടൊരു കത്തിയായിട്ട് ആ വാല് മുറിക്കുകയും ഗോക്കു പഴയതുപോലെ തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ മരിച്ചു പോകുമായിരുന്നു. പിന്നീട് ഗോക്കു നോർമലാവുകയും നമ്മുടെ ഗോക്കുവിൻ്റെ തന്നെ ഫ്രണ്ട്സ് എല്ലാം തന്നെ പല സ്ഥലങ്ങളിലോട്ട് മാറി പോവുകയും ചെയ്യുന്നു. ഇനി എല്ലാവരും ഡ്രാഗൺ ബോൾ ഇനിയെല്ലാം ആ കല്ലിൽ നിന്ന് പഴയതുപോലെ ആകുമ്പോഴേ ഇനി എല്ലാവരും യുണൈറ്റ് ചെയ്യൂ. അപ്പോൾ പോകുന്നതിന് മുൻപ് ബുൽമ നമ്മുടെ ഗോക്കുവിന് ഒരു സാധനം കൊടുക്കുന്നുണ്ട്. ആ സാധനത്തിൻ്റെ പേരാണ് ഡ്രാഗൺ റഡാർ. ഡ്രാഗൺ ബോൾ കണ്ടുപിടിക്കാനുള്ള ഒരു മെഷീനാണ് ഡ്രാഗൺ റഡാർ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഗോക്കുവിൻ ടീം 1 വർഷം കഴിഞ്ഞിട്ടേ കാണും. അതാണ് സീസൺ 2. സീസൺ 2 ഇതിനേക്കാളും അടിപൊളിയാണ്. ഇത്തിരി അധികം ഫൈറ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ടിൽ ദെൻ ബൈ ബൈ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ. താങ്ക് യു.